നമസ്കാരം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സന്ദർശനം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മാനസികമായിട്ടുള്ള തളർച്ച തോന്നിയിട്ടുണ്ടോ? അതായത് മറ്റൊരു വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും മക്കളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ പേരൻസ് ഉള്ള വീട്ടിലേക്ക് നിങ്ങളൊരു വിസിറ്റിന് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നു. ഇനി അതല്ലെങ്കിൽ ഒരു ബന്ധുവിനോട് നോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? നമ്മൾ മലയാളികൾ അധികം സംസാരിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിരുകളെക്കുറിച്ചാണ്. കുടുംബജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ചില അതിരുകൾ, അത് എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെ ബലപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ അതിരുകൾ പ്രധാനമായിട്ട് വരുന്നത് എന്നതാണ്. കുടുംബമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ബന്ധം. നാം ജനിച്ച സമയം മുതൽ നാം കേൾക്കുന്ന കാര്യം ഇതാണ്: കുടുംബമാണ് എല്ലാം. കുടുംബം എല്ലാമാണ്. അതെ, അത് മനോഹരമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കുടുംബം എല്ലാം ആയതുകൊണ്ട് നമ്മൾ വ്യക്തികളാണ്, നമുക്ക് നമ്മുടേതായ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് എന്ന് മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ സമാധാനം സംരക്ഷിക്കുന്നത് തെറ്റല്ല എന്ന് നമ്മൾ മറന്നു പോകുന്നു. കുടുംബങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഇത് സംരക്ഷിക്കുന്നതിന് നമുക്ക് അവസരം ലഭിക്കാതെ പോകുന്നു. ഞാനൊരു കഥ പറയുകയാണ്. അഞ്ജലി എന്ന ഒരു പെൺകുട്ടി, അവൾക്ക് 30 വയസ്സുണ്ട്, വിവാഹിതയാണ്, 2 കുട്ടികളുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവളുടെ മാതാപിതാക്കൾ അവളെ സന്ദർശിക്കാനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മാസത്തിൽ ഒരിക്കലല്ല, എല്ലാ ഞായറാഴ്ചയും. അവൾക്ക് സുഖമില്ലെങ്കിൽ പോലും, അവൾ ക്ഷീണിതയാണെങ്കിലും എല്ലാം അവൾക്ക് തീർച്ചയായിട്ടും അവൾ പോയി അവളുടെ പേരൻസിനെ കണ്ടിരിക്കണം. ഇതൊരു നിർബന്ധ ബുദ്ധിയാണ്. ഒരു സ്നേഹവും കടമയും ഒക്കെ തോന്നുന്നതുകൊണ്ട് അവൾക്ക് ഇത് ചെയ്യാനായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പതുക്കെ കുടുംബജീവിതത്തിന് ഉത്തരവാദിത്തങ്ങളൊക്കെ വളരാൻ തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിന് സന്തോഷം നഷ്ടപ്പെടാൻ തുടങ്ങി. അവൾ ക്ഷീണിതയാകാൻ തുടങ്ങി, അസ്വസ്ഥതയാകാൻ തുടങ്ങി. അവൾ കുട്ടികളോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി. അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൾക്ക് ഇപ്രകാരം ഒരു മാറ്റം സംഭവിച്ചത്? ബൗണ്ടറി സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അതിരുകളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇത് ഞാൻ പറയുന്നത് പറമ്പിൻ്റെ അതിരല്ല, ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട അതിരുകളെക്കുറിച്ചാണ്. അതിരുകൾ സ്വാർത്ഥമല്ല. ഇപ്രകാരം അതിരുകൾ വയ്ക്കുമ്പോൾ അവൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എന്നെയും ഇഷ്ടമാണ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ആരോഗ്യകരമായിട്ടുള്ള അതിരുകൾ നിശ്ചയിച്ചാൽ അതെങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. അതിരുകൾ എന്നത് ഒരു മതിലല്ല, അവ ആരോഗ്യകരമായ ഒരു അകലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും ഒക്കെ ശ്വാസമെടുക്കാൻ കഴിയുന്ന ഒരു ഇടത്തെക്കുറിച്ചാണത്. നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെടികളാണ്. അതിൻ്റെ അതിരുകളാണ് ആ ചെടി വളരുന്ന ചട്ടികൾ. എല്ലാവരുടെയും വേരുകൾ കെട്ടുപിണഞ്ഞ് കിടന്നാൽ ആരും ശരിയായിട്ട് വളരില്ല. നമ്മുടെ പല കുടുംബങ്ങളിലും ഇപ്രകാരമുള്ള അതിരുകളില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കൂടെ കൂടിപ്പിണഞ്ഞ് വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മൾ ഇനി അടുത്ത ഒരു ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. എങ്ങനെയാണ് വലിയ നാടകീയതകളൊന്നുമില്ലാതെ ഈ അതിരുകൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയുക? ഇപ്പം ഏത് തരത്തിലുള്ള കുടുംബമാണെങ്കിലും, ചില കുടുംബങ്ങൾ ഒത്തിരി വികാരഭരിതമായിട്ട് പോകുന്ന കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ കുശുകുശുപ്പുള്ള കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ യാഥാസ്ഥിതികമായിട്ടുള്ള കുടുംബമായിരിക്കാം. എങ്ങനെയൊക്കെയുള്ള കുടുംബമാണെങ്കിലും ഒരു 3 ടിപ്പുകൾ നമുക്കൊന്ന് ഓർത്തിരുന്നാൽ ഈ ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ബൗണ്ടറിയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുള്ളവരായിരിക്കുക. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി പറയേണ്ടത് ഇല്ല. സ്നേഹത്തോടെ കാര്യങ്ങൾ നേരിട്ട് പറയുക. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ: അമ്മേ, എനിക്ക് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഞായറാഴ്ചകളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്രമിക്കാൻ കിട്ടുന്ന ഏക ദിവസം. നമുക്കൊരു മാസത്തിലൊരിക്കലായി നമുക്കൊന്ന് കണ്ടുമുട്ടിയാലോ? ഇതൊരു തുറന്ന സംസാരമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ബൗണ്ടറി അങ്ങ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത് നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്രതിരോധം ഉറപ്പാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കുടുംബ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇപ്രകാരം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഉറപ്പാണ്. അത് മനസ്സിലാക്കുക. പക്ഷേ അതിനെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ പറഞ്ഞേക്കാം, എന്തിനാ ഇപ്പോഴും ഇത്ര ആറ്റിറ്റ്യൂഡ്, നിനക്കൊക്കെ അഹങ്കാരമായിട്ട്, നിനക്കിപ്പോൾ മാതാപിതാക്കളോടും താല്പര്യമില്ല, കുടുംബത്തിനോടും താല്പര്യമില്ല, നിനക്കെല്ലാം സ്വാർത്ഥത മനസ്സിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മുറിപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പരിചിതമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം. അത് വിദേശ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വളരെ സ്പഷ്ടമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും. എല്ലാ ആളുകളും അവരുടെ ജീവിതത്തിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്നും
ഔട്ടായിരിക്കും. അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി മൂന്നാമത്തേത് എന്നുള്ളത് ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. കാരണം നമ്മൾ നോ എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോ എന്നാണെന്ന് അർത്ഥമാക്കണം. നമ്മൾ ആദ്യം നോ എന്ന് പറയുന്നു, പിന്നെ അവരെ നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ യെസ് എന്ന് പറയുന്നു. ആളുകൾ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മൾ നോ എന്ന് പറഞ്ഞ് അതിനോട് ചേർന്നിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കാലക്രമേണ അവർ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളിങ്ങനെ അതിരുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ഒരു രാകേഷിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അവൻ്റെ അച്ഛനുമായിട്ട് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ തർക്ക സമയത്ത് ആം, അവൻ ഇങ്ങനെ അച്ഛനോട് പറയാനായിട്ട് തുടങ്ങി, അച്ഛാ, എനിക്കിങ്ങനെ അച്ഛനെ ഒച്ചയിട്ട് സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ആ ഒരു വലിയ ഒരു നാടകം എനിക്ക് ആവശ്യമില്ല. കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പറയാനായിട്ട് സാധിക്കണം. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ വീണ്ടും സ്വരം കൂട്ടി അവനെ ഭയങ്കരമായ രീതിയിൽ തിരികെ സംസാരിച്ചു. പക്ഷേ പതുക്കെ 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 അത് മാറാനായിട്ട് തുടങ്ങി. അവൻ്റെ അച്ഛൻ്റെ ഭാവങ്ങൾ മാറി. അവരുടെ ബന്ധം യഥാർത്ഥത്തിൽ ശക്തമായിട്ട് വന്നു. ഇതാണ് ഈ അതിരുകൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. ചില കാര്യങ്ങൾ ഇഷ്ടമില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അല്ലെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുക, റെസ്പെക്റ്റ് ചെയ്യുക. അത് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാൻ തുടങ്ങുമ്പോഴാണ് ബന്ധങ്ങൾ വളരുന്നത്. എല്ലാം കൈ അയച്ചു വിട്ടിട്ട് ഒന്നിനോടും നോ പറയാതെ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നരകതുല്യമായിട്ട് മാറും എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിരുകൾ നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ബന്ധങ്ങളെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പരസ്പര ബഹുമാനം ഉണ്ടാവാനും അതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരു നാടകീയതയൊക്കെ ഒഴിവാക്കി എല്ലാവരും പരസ്പരം പിന്തുണയ്ക്കുന്ന, അവരുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന വ്യക്തികളൊക്കെ ആയിട്ട് മാറാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ അതിരുകൾ എന്നുള്ളത് ഒറ്റത്തവണ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. അത് ജീവിതം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബൗണ്ടറികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നിശ്ചയിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചിലപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോടോ അല്ലെങ്കിൽ ലൈഫ് കോച്ചിനോടോ ഒക്കെ സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി ബലപ്പെടുത്താനും നമുക്ക് തീരുമാനങ്ങളൊക്കെ നന്നായിട്ട് എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ്: നിങ്ങൾ അതിരുകൾ സ്ഥാപിക്കുന്നത് ആളുകളെ അകറ്റാൻ വേണ്ടി അല്ല, അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടല്ല. നിങ്ങളത് സ്ഥാപിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നീ വലിയ ആളായിട്ട് മാറി എന്നൊരു ഭാവം വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം സൗമ്യമായിട്ടൊന്ന് പുഞ്ചിരിക്കുക. എന്നിട്ട് അവരോട് പറയുക, ഞാൻ വളരുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അറിയാതെ അവരും മനസ്സിലാക്കാൻ തുടങ്ങും നിങ്ങൾ മാറിയിരിക്കുന്നു, ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും കമൻസിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.